ഇപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പുതിയൊരു ആംപ്ലിഫയർ ഇറങ്ങിയിട്ടുണ്ട്. എൻലാബ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആമ്പിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ സബിനായിട്ട് എടുക്കുന്ന ആമ്പുകൾ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു എയറോൺസിൻ്റെ ഒരു 1800 വാട്ടിൻ്റെ സബ് ബുഫർ എടുക്കുമെന്ന് വിചാരിക്കുക. ഒരിക്കലും അതിന് 1800 വാട്ട് താങ്ങാൻ പറ്റില്ല. കമ്പനിക്കാർ പറഞ്ഞു വരുന്നുണ്ട് ഏകദേശം ഒരു 4-5 കോയിലാണ് നമുക്ക് ഒരു 1800 വാട്ടിൽ വരുന്നത്. ഡുവൽ മാഗ്നറ്റ് ഡുവൽ സ്പൈഡർ ഒന്നും പറഞ്ഞുകൊണ്ടും ഒരിക്കലും 1800 വാട്ടൊന്നും അതിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ എടുക്കണ ഇപ്പോൾ ആമ്പ് ഒരു X7 ആയിരിക്കുക. X7 ആണ് എല്ലാവരും പറഞ്ഞു 1800-ന് 1800 ഇടാം എന്ന് വിചാരിച്ചിട്ട് ആമ്പ് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരിക്കലും അത് എടുക്കണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1800 വാട്ട് RMS അതിൽ താങ്ങാനുള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീക്കറുകൾ ഞങ്ങൾ അടിച്ച് പോകുന്ന തന്നെ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിപ്പ് ലെവലില്ല. ക്ലിപ്പിംഗ് ഇല്ലാത്ത കാരണം നല്ലപോലെ കയറിൽ കയറും, സ്പീക്കറുകൾ അടിച്ച് പോകുന്നേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഒരു വൈൻഡിങ്ങിന് വരുന്നത് ഏകദേശം 2950 രൂപയുണ്ട് ഏകദേശം ഒരു കോയിലിന് വരുന്നുണ്ട്. പേപ്പർ അടക്കം മുട്ടാണെങ്കിൽ 4000 രൂപയാണ് ഒരെണ്ണത്തിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, X7 എടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ടോപ്പിന് എടുക്കാവുന്ന ആമ്പാണെങ്കിൽ നമ്മുടെ X2 കുഴപ്പമില്ല, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും കുഴപ്പമില്ല, സ്പീക്കറുകളൊന്നും പോയിട്ടില്ല. പക്ഷേ X7 എടുക്കണ്ട. X7 പകരം സീരീസ് 7 കുഴപ്പമില്ല, അത് വാട്ട് കുഴപ്പമില്ല, ഏകദേശം ഒരു 1000 വാട്ട് 1200 വാട്ടൊക്കെ വരുന്നുള്ളൂ. പക്ഷേ X7 എടുക്കുന്നവരും ശ്രദ്ധിക്കുക, വാട്ട് കൂടിയ ആമ്പുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ലാപ്സിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പിങ്ങില്ലാത്ത തന്നെ സ്പീക്കറുകൾ അടിച്ച് പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. X7 ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും വാങ്ങുന്നതായിരിക്കും നല്ലത്. ഏകദേശം ഒരു 3 കൊല്ലം വാറണ്ടിക്ക് ഡാമിന് 3 കൊല്ലം വാറണ്ടി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ കയ്യിലുള്ള സ്പീക്കർ. ഞാനത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിന് ഉപയോഗിക്കാം എന്ന രീതിയിലാണ് എടുത്തത്. ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് ഇതുവരെയായിട്ടും എനിക്കൊരു പ്രശ്നം പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇത്ര വലിയൊരു ആമ്പ്, വില കൂടിയ ആമ്പ് നമ്മുടെ വർക്കിന് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമല്ലോ. അപ്പോൾ ഇടയ്ക്ക് വാടകയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ വാടകയ്ക്ക് കൊണ്ടുവരുന്നവരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കില്ല, അടിച്ച് പോകുന്നേ ഉണ്ടാവുള്ളൂ സ്പീക്കറുകൾ. എന്ന് വെച്ചാൽ ഞാൻ X7 ലാപ്സ് ഉപയോഗിക്കണം, എനിക്കറിയാം ക്ലിപ്പിംഗ് ഇല്ലാത്ത കാരണം നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ആമ്പുകൾ ഉപയോഗിക്കുന്നത്. സൗണ്ടിൽ ചെറിയ വേരിയേഷൻ കണ്ടാലും ഞാനൊക്കെ ഒരു അരയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ്. പക്ഷേ അത് കൊണ്ടുപോകുന്നവർക്ക് അറിയില്ല. അവർ നല്ല നല്ല ബേസാണ്, നല്ല ഡാമ്പിങ് ഫാക്ടറൊക്കെ ഉള്ള ആമ്പാണ്, നല്ല പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതായാലും. പക്ഷേ സ്പീക്കറിന് ഒരു പ്രൊട്ടക്ഷനും ഇല്ല, ആമ്പിന് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളൂ, സ്പീക്കറിന് ഒറ്റ പ്രൊട്ടക്ഷനും ഇല്ല. അടിച്ച് പോകുന്ന പക്ഷേ 100% ഉറപ്പാണ്. അപ്പോൾ ലാപ്സിൻ്റെ X7 ഒക്കെ എടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ 21 ഇഞ്ച് ഒരു 5 ഇഞ്ച് 5.5 6 ഇഞ്ച് കോയിലൊക്കെ ഉള്ളവർ കുഴപ്പമില്ല, നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ള റാമ്പാണ്. പക്ഷേ നോർമൽ എല്ലാവരുടെ കയ്യിലിരിക്കുന്നത് ഡുവൽ സബിലായാലും ഒരു എയറോൺസിൻ്റെ 1500 വാട്ട് 1800 വാട്ട് എന്ന് പറഞ്ഞാൽ സ്പീക്കറുകളായിരിക്കും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുക. പക്ഷേ അതിനൊന്നും ഇത്ര വാട്ട് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. 4 ഇഞ്ച് കോയിൽ മാക്സിമം ഒരു 1250 വാട്ട്. എൻ്റെ ഒരു മാഗ്നറ്റ് പവറോ എൻ്റെ ഡ്യുവൽ ഫാഡറോ ഡ്യുവൽ വൈൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 1500 വാട്ട് കൂട്ടാം. അത്ര തന്നെ കൂട്ടാൻ പറ്റുള്ളൂ. അതിന് മേലെ ഒരിക്കലും വാട്ട് കിട്ടില്ല. അതിനൊരു 5-6 ഇഞ്ച് കോയിലെങ്കിലും വേണം അതിന് വാട്ട് കിട്ടണമെങ്കിൽ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സബ് വൂഫറിൻ്റെ ഒരു ഇഞ്ച് കോയിൽ 250 വാട്ട് വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ റാമ്പ് സെലക്ട് ആയിരിക്കും നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ എളുപ്പത്തിന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ എയറോൺസ് യൂസ് ചെയ്യുന്ന എയറോൺസ് HD ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ്. അപ്പോൾ എയറോൺസ് HD 9100 വാട്ട് വരുന്നത് ആകെ 8 ഓംസിൽ 1500 വാട്ട് മാത്രമാണ് അതിന് വരുന്നത്. അപ്പോൾ അതിന് രീതിയിൽ അവർ ഡുവൽ സുബിനാണ് അത് ഉപയോഗിക്കുന്നത്. 4 ഓംസ് ആകുമ്പോൾ 2400 വാട്ട്. പക്ഷേ നമ്മൾ X7 എന്ന ആമ്പിൻ്റെ വാട്ട് എന്ന് പറയുന്നത് 8 ഓംസിൽ 1800-ഉം 4 ഓംസിൽ 3500 വാട്ടുമാണ് അതിൽ വരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള നമുക്കത് മതി. നോർമലി നമ്മുടെ ഇവിടുത്തെ വർക്കുകൾക്കൊക്കെ അത് ആകുമ്പോൾ മതി, അത്ര വാട്ട് മതി. പക്ഷേ 21 ഇഞ്ച് അതിന് മേലേക്കൊക്കെ പോകുമ്പോൾ റോഡ് ഷോയ്ക്കൊക്കെ വലിയ വലിയ സബുകൾ ഇടുമ്പോഴാണ് നമുക്ക് ഈ ആമ്പിൻ്റെ ആവശ്യമുള്ളത്. പക്ഷേ മാർക്കറ്റിൽ കുറേ ആൾക്കാർക്ക് അറിയാണ്ട് ഈ സാധനം സെയിൽ ചെയ്യുന്നുണ്ട്. സെയിൽ ചെയ്യാൻ അനുസരിച്ച് അവരെ സംബന്ധിച്ച് നല്ല ആമ്പാണ്. പക്ഷേ ഈ നമ്മൾ എടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് കുറച്ച് പോകും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 10-12,000 മേലെ പോയിട്ടുണ്ടാവും ഈ സ്പീക്കർ പോയിട്ട്. അതായത് വാടകയ്ക്ക് കൊണ്ടുപോയിട്ട് അവർ പോയിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നല്ല പോയി, അത് അവരുടെ കയ്യിൽ നിന്നാണ് പോയിട്ടുള്ളത്. പക്ഷേ നാളെ മേലാക്കം അത് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ദോഷമാണ് പറഞ്ഞത്. ക്ലിപ്പിംഗ് ഇല്ലാത്ത കാരണം, വാട്ട് കൂടിയായ കാരണം പെട്ടെന്ന് സ്പീക്കറുകൾ അടിച്ചു പോകും. അതുകൊണ്ട് X7 ഒക്കെ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. മലയാളത്തിൽ ഞാൻ നോക്കിയപ്പോൾ എൻലാപ്സിനെ കുറിച്ച് ഒറ്റ വീഡിയോ ഇല്ല, എൻലാപ്സ് ആമ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ കൂടുതൽ വീഡിയോകൾ ഇടുന്നുണ്ട്. സീറോ ക്ലിപ്പിംഗ് ടെക്നോളജി എന്നാണ് അവർ ഈ സാധനത്തിന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് സെൻറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ സാധാരണ ഒരു ആമ്പ് കൊണ്ട് സർവീസിന് ആൾക്കാർ ഒരിക്കലും ഈ ആമ്പ് ചെയ്യില്ല. അത് നമ്മൾ ഇവർക്ക് തന്നെ കൊടുത്തയക്കണം. ഇവരുടെ സർവീസ് സെൻറ്റർ എറണാകുളത്തായാലും അവർ ഗുജറാത്തിലേക്ക് അങ്ങനെയൊക്കെ പോയിട്ടാണ് ഈ സർവീസ് ചെയ്തിട്ട് നമുക്ക് സാധനം കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ വാറണ്ടി ഉണ്ട്, പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരില്ല. ഞാനിപ്പോൾ ഡൈനാടെക് ഉപയോഗിച്ചിട്ടുണ്ട്, എയറോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ആമ്പ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കിട്ടുന്ന സൗണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെയിലാവും.
അപ്പോൾ പെട്ടെന്ന് ഡൈനടക്ക് PD 2500 വെച്ചിട്ട് നമുക്ക് സ്പീക്കറുകൾ ആംബ് ഓഫ് ആയിട്ടുള്ള കുറേ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഓഫ് ആവില്ല, ജമ്മുണ്ടെങ്കിൽ ഓഫ് ആവില്ല. അതൊക്കെ നല്ലൊരു ആംബ് തന്നെയാണ് ടോപ്പിനിടാൻ വേണ്ടിയിട്ട്. X2 എന്ന് പറഞ്ഞ മോഡൽ. പിന്നെ X3യുടെ കേസ് എനിക്കറിയില്ല. എന്താ വെച്ചാൽ X3 പറയാത്തതെന്ന് വെച്ചാൽ വാട്ട് കൂടുതലാണ് ആംബ്. വാട്ട് കൂടുതലായ കാരണം തന്നെ നമുക്ക് വിശ്വസിച്ച് സ്പീക്കറുകൾ ഇടാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈനർ ടോപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നോർമൽ സ്ക്വയറോ അല്ലെങ്കിൽ നോർമൽ സിംഗിൾ 400 ബട്ടൺ സ്പീക്കറൊന്നും അതിലിടാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. സാധനം അടിച്ചു പോകുന്നു 100% ഉറപ്പാണ്. നമ്മൾ നല്ല പോലെ കയറ്റും. പക്ഷേ X2 ആണെങ്കിൽ കുഴപ്പമില്ല. 8 ohms 500 വാട്ട് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊണ്ട് വലിയ പോവില്ല, ഒരിക്കലും പോവില്ല എന്ന് ഉറപ്പ് ഞാൻ പറയാം. ഞാൻ അത്രയും ഉപയോഗിച്ചിട്ടുണ്ട്, അത്രയും വർക്ക് നമ്മൾ ആംബ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ X3 അതിന് മേലുള്ള ആംബിൾ, വാട്ട് കൂടിയ ആംബിൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്പീക്കറായിട്ട് മാച്ച് ആയിട്ട് മാത്രം ഉപയോഗിക്കുക. X3ക്ക് ഉപയോഗിക്കണമെങ്കിൽ ലൈനർ ടോപ്പിന് മാത്രമായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് കൊണ്ട് നിങ്ങൾ ബ്രാൻഡഡ് ഒരു സ്പീക്കറാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ RCF, JBL, അങ്ങനെ DG അങ്ങനെയൊക്കെ കുറേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ആംബ് എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പിങ്ങില്ലാത്ത കാരണം അടിച്ച് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ പോയി കഴിഞ്ഞാൽ 1-2 രൂപയല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. അപ്പോൾ നമ്മൾ ലാഭം നോക്കിയിട്ട് വാറണ്ടി നോക്കിയിട്ട് ഒരിക്കലും ഈ ആംബ് എടുക്കരുത്, ശ്രദ്ധിക്കുക. ഞാൻ അവരെ താഴ്ത്തി പറയണമെന്നല്ല, പക്ഷേ നമ്മുടെ കയ്യിൽ അപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ കയ്യിലും നോർമലുള്ള സ്പീക്കറുകൾ ഇതായിരിക്കും. സ്ക്വയർ ബോക്സ് ഉണ്ടാവും, സിംഗിൾ ടോപ്പ് ഉണ്ടാവും, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് മാച്ച് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഈ ആംബ് നല്ലതല്ല. X2 കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോ, ധൈര്യമായിട്ട് എടുക്കാം. പക്ഷേ അതിനും വാട്ട് കൂടി ആകുമ്പോൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടുന്ന ഉറപ്പാണ്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് സെയിൽ ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 6-5 കോയിൽ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് സബ് വേറെ പുതിയ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അതിനും ഗ്യാരണ്ടി ഒന്നുമില്ല, സ്പീക്കർ പോവില്ല എന്നൊരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ 6-5 കോയിലാണെങ്കിൽ സ്പീക്കർ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലൊരു 4-5,000 രൂപ എടുത്ത് കോസ്റ്റ് വരും നമുക്ക്. അതിന് പേപ്പറൊക്കെ 5-6 രൂപയൊക്കെ വരും. പേപ്പറൊക്കെ പൊട്ടി പോയി കഴിഞ്ഞാൽ നല്ല കോസ്റ്റ് വരും. എന്ന് വെച്ചാൽ നല്ല ഡാമ്പിങ് ഫാക്ടറാണ്, നല്ല തള്ളലുകളും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നഷ്ടം വരാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള വെച്ചാൽ നമ്മൾ നോർമൽ വർക്ക് എടുക്കുമ്പോൾ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂക്കുള്ള കാരണം നമ്മൾ പരമാവധി മുട്ടിച്ചിട്ടായിരിക്കും എല്ലാവരും സബ് ഉപയോഗിക്കും. ഇപ്പോൾ 4 സബ് ഇടുന്നിടത്ത് നമ്മൾ 2 സബ് ഇട്ട് ഉപയോഗിക്കും. അതായത് ഇപ്പോൾ ഒരു ഡൈനഡക്ക് 2 ടോപ്പാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഈ സബ് മതി. പക്ഷേ 4 ഡൈനഡക്ക് ഇട്ടിട്ട് ഈ സാധനം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും 4 ടോപ്പ് ഇട്ടിട്ട് ഈ സബ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ 1500 സബ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നാവില്ല. അപ്പോൾ നമ്മൾ പരമാവധി പീക്ക് ലെവലിട്ട് അടിക്കുമ്പോഴാണ് നമുക്ക് സാധനം പ്രശ്നം വരാം. അപ്പോൾ ഒരു വലിയൊരു ഗാനമുള്ള ടീമാണെന്ന് ഇരിക്കുക, അപ്പോൾ അവർക്ക് കുഴപ്പമുണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരനുസരിച്ചുള്ള സബ്ബുകൾ അവിടെ ഉണ്ടാവും. ഒരു 4-5 സബ് ഡുവൽ സബ്ബൊക്കെ ഇടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്ത് കുഴപ്പമുണ്ടാവില്ല, നമുക്ക് എല്ലാ ലെവലിൽ തുറക്കണ്ടല്ല, പകുതി തുറന്നിട്ട് ഉപയോഗിക്കാം. പക്ഷേ മുക്കാലിട്ട് ഫുള്ളിട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ആംബിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. കാശ് കുറച്ച് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ മലയാളത്തിലൊരു വീഡിയോ ഇല്ലാത്ത കാരണമാണ് ഈ ആംബ് എടുക്കാൻ പോകുന്ന ഒരാൾക്കാർക്ക് ഞാൻ ഒരു മുൻകരുതലായിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. X2 കുഴപ്പമില്ല. പിന്നെയുള്ള ആംബുകൾ ഞാൻ ഒന്നും പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ടോപ്പ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.